ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കുന്നത് ഒരു ഈവനിങ് സ്നാക്കാണ്. വളരെ പെട്ടെന്ന് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പഴംപൊരിയാണ് തയ്യാറാക്കുന്നത്. നിങ്ങളെല്ലാവരും പഴംപൊരി വീട്ടിൽ തയ്യാറാക്കുന്നതാണ്, പക്ഷേ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് കുറച്ച് വെറൈറ്റി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല ടേസ്റ്റുള്ള ഒരു പഴംപൊരിയാണ്. നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 250 ml കപ്പിൽ 1 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് കറുത്ത എള്ള് എടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ ഇല്ല, അതിനേക്കാളും കുറച്ചുകൂടെ കുറഞ്ഞ അളവിൽ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഷുഗർ ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ആദ്യമേ ഒരുപാട് വെള്ളം എടുത്ത് ഒഴിക്കരുത്, അത് നല്ല ലൂസായി കിട്ടും. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇവിടെ പഴംപൊരി തയ്യാറാക്കുന്നതിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതിനെ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഞാനിവിടെ 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്കിനി അത് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഒരു നേന്ത്രപ്പഴം 3 പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. 2ആയിട്ട് കട്ട് ചെയ്തിട്ട് ചെറിയ പീസാക്കി കട്ട് ചെയ്യാവുന്നതാണ്, പക്ഷെ ഞാനിവിടെ 3 പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഈ സ്നാക്ക് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചൂടായ ഓയിലേക്ക് നമുക്ക് ബാറ്ററിൽ മുക്കിയതിന് ശേഷം ഓരോ നേന്ത്രപ്പഴവും എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു സൈഡ് ആയിട്ടുണ്ട്, നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ചെയ്തെടുക്കാം. അങ്ങനെ നല്ല രുചികരമായ നല്ല ടേസ്റ്റുള്ള പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണം. താങ്ക്